ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബം നിർമ്മിക്കുന്നതിൽ പ്രധാന ഘടകം വീട് തന്നെയാണ്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൈ ഹോമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കാക്കനാടുള്ള മിസ്റ്റർ ബിബിൻ ജോർജിന്റെയും റാണി ബിബിന്റെയും വീടിന് മുമ്പിലാണ്. കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സ്പേസ് മാത്രമാണ് അതിനു വേണ്ടി കൊടുക്കാറുള്ളത്. എന്നാൽ ഈ വീടിന് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരുപാട് പില്ലേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലെങ്തി ഫീലാണ് ഈ വീടിന്റെ എലിവേഷന് കിട്ടുന്നത്. ഫ്രണ്ടേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പല വീടുകളിലും കാണാറുണ്ട്, ഗാർഡൻ ആയാലും അതിൻ്റെ കാർ പാർക്കിങ്ങിനായാലും വാക്ക് വേക്കും അങ്ങനെ എല്ലാത്തിനും ഒരു സ്പെസിഫിക് സ്പേസ് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ആ ഒരു മുറ്റത്തിന് വളരെ ഒരു ഇടുങ്ങിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ലോണും ഗാർഡനും കാർ പോർച്ചും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് കൂടി മുറ്റത്തിന് ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് വ്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഗാർഡൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല ലോണും ഗാർഡനൊക്കെ ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എഫേർട്ട് എത്രമാത്രമാണ്? ഇതിപ്പോൾ ചെയ്തേക്കുന്നത് നമ്മൾ അധികം പരിചരണമൊന്നും വേണ്ടാത്തൊരു ട്രീസാണ് ഞങ്ങളിവിടെ ചെയ്തേക്കുന്നത്. പാം ട്രീസും അങ്ങനെ ഇലച്ചെടികളും രാവിലെയും വൈകുന്നേരം നനയ്ക്കുക, കളറിക്കുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആഴ്ചയിൽ ദിവസം ഗാർഡനർ വരും, അവർ നോക്കും. ഗാർഡൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സൈഡുകളിലായിട്ട് ഇപ്പോൾ തെങ്ങായാലും മറ്റു ചെടികളൊക്കെ മരങ്ങൾ ഒരുപാട് നട്ടു വളർത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാത്തരം ഫ്രൂട്ട് ട്രീസ് ഇവിടെ നട്ടിട്ടുണ്ട്. തെങ്ങുണ്ട്, മാവ്, പേര, ചാമ്പയ്ക്ക, മാംഗോസ്റ്റെയിൻ, റംബൂട്ടാൻ. ഇപ്പം ഇവിടെ പേരയ്ക്കാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടംപോലെ പേരയ്ക്ക ഉണ്ടാവാറുണ്ട്. അപ്പം പറിച്ചു തിന്നേണ്ടതിൻ്റെ ഒരു പഴയ കാലത്ത് നമ്മൾ പറിച്ചു തിന്നേണ്ടതിൻ്റെ ഒരു സുഖം ഇപ്പോൾ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ വീട്ടിന് മുന്നിൽ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിള്ളേർക്ക് ഓർഗാനിക്കായിട്ട് കഴിക്കാൻ പറ്റും, അതും വളരെ സന്തോഷമാണ്. പിന്നെ കിളികളും അണ്ണാനും ഒക്കെ എപ്പോഴും ഉണ്ടാവും ഇവിടെ. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പൊതുവേ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ടൈലൊക്കെ തന്നെയായിരിക്കും മിക്കവാറും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ മറ്റേ ടൈൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളം ഇവിടെ മഴ പെയ്യുമ്പോൾ എല്ലാം വെള്ളം ഒഴുകി പോവുള്ളൂ പുറത്തേക്ക്. ഇപ്പോൾ ഇതിടുമ്പോൾ ഇത് കല്ല് വിരിച്ച് കഴിയുമ്പം അതിൽ ലോണും കൊടുക്കുമ്പം ഇവിടെ വീഴുന്ന വെള്ളം മുഴുവനും അവിടെ തന്നെ താഴോട്ട് അബ്സോർബ് ചെയ്ത് കിണറിലേക്ക് തന്നെ പോകും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്തേക്കുന്ന കാരണം അങ്ങോട്ട് വണ്ടി കയറാതെ ഇവിടെ വരുന്ന എത്ര വണ്ടി വന്നാലും ഒരു 5-8 വണ്ടിയെങ്കിലും ഇവിടെ കയറും. ഇവിടെ വന്ന് ചെറിയൊരു ഫംഗ്ഷനാണെങ്കിലും ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം, അവർക്ക് തിരിച്ച് വണ്ടി കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ഇവിടെ പിള്ളേർക്കാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് 3 മക്കളാണ്. ഇവിടെ ഇപ്പോൾ ലോൺ ഇങ്ങോട്ടും കൂടി ആയിരുന്നു. ഈ ഫുൾ ഏരിയയിൽ ഗാർഡൻ ആണെങ്കിൽ പിള്ളേർക്ക് ഇവിടെ ഇതുപോലെ കളിക്കാനൊന്നും പറ്റത്തില്ല.
ഇതിപ്പം പിള്ളേർക്ക് ഇവിടെ ഇത്രയും ഭാഗത്തെങ്കിലും കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ബോൾ കളിക്കാം, സൈക്കിൾ ചവിട്ടാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസിലാണ്. ഈ ലിവിങ് റൂം വളരെ മിനിമലായിട്ടുള്ള ഫർണിച്ചേഴ്സ് യൂസ് ചെയ്ത് വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ വീടിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫോർമൽ ലിവിങ് സ്പേസിന് ശേഷമാണ്. പലപ്പോഴും നമ്മളൊരു ഓപ്പൺ സ്പേസ് കൺസെപ്റ്റ് വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ആ ഒരു അപാകത നികത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ലിവിങ് റൂമിനോട് ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലിവിങ് റൂമിനോട് ചേർന്നിട്ടുള്ള ഈ ഡോർ ഒരു ഗസ്റ്റ് ടോയ്ലറ്റ് ആണ്. പലപ്പോഴും ഒരു പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ലിവിങ് റൂം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇത്. എന്നാൽ ഇവിടെ ബാത്റൂം എന്ന് തോന്നാത്ത രീതിയിൽ ഒരു വുഡൻ പാനലിംഗ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പേസിൽ നിന്ന് കടന്നു വരുന്ന ഏരിയയാണ് ഈ ലിവിംഗ് സ്പേസ്. ഇവിടെ തന്നെയാണ് ഡൈനിങ്ങും സെമി ഡൈനിങ്ങും മറ്റു റൂമുകളിലേക്കുള്ള ആക്സസും എക്സസൈസ് ഏരിയയും സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെയധികം നാച്ചുറൽ ലൈറ്റും എയർ സർക്കുലേഷനും ഉണ്ടാകുന്ന രീതിയിലാണ് ഇവിടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ്സിലാണ് ഇവിടെ റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. സൺലൈറ്റ് ഒരുപാട് കിട്ടുന്ന രീതിയിൽ വിൻഡോസും വെന്റിലേഷനും അതുപോലെ തന്നെ പർഗോളയും കൊടുത്തിട്ടുണ്ട്. നമ്മോടൊപ്പം ഉള്ളത് ഈ വീടിൻ്റെ ഓണർ മിസ്റ്റർ ബിബിൻ ജോർജ് ആണ്. ഹലോ. ശരിക്കും എനിക്ക് ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ഈ പൂൾ തന്നെയാണ്. പൊതുവെ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുമ്പോൾ വീടിന് പുറത്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ആശയം ആ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നോ അതോ അതിന് ശേഷം ആ ഒരു പ്രോസസ്സിൽ കൊണ്ടുവന്ന ആശയമാണോ അത്? അല്ല, ഇത് എല്ലാവർക്കും തന്നെ വീട്ട് പണിയുമ്പോൾ ഒരു പൂള് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് പുറത്തൊരു പൂൾ വയ്ക്കുമ്പോൾ അത് സാധാരണഗതിയിൽ പ്രൈവസി ഒരു വലിയ ഇഷ്യൂ ആണ്. രണ്ട് മെയിൻ്റനൻസ്, പുറത്തുനിന്നുള്ള ഇല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണ് മെയിൻ്റനൻസ് എപ്പോഴും ഇത്തിരി ബുദ്ധിമുട്ടുമായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് മനസ്സിൽ വെച്ചത്. അതോടൊപ്പം തന്നെ എനിക്ക് ഫാമിലിയിൽ കുട്ടികൾ 2 പെൺകുട്ടികളുള്ളതുകൊണ്ട് വീടിൻ്റെ അകത്ത് തന്നെ പൂള് ചെയ്യാം എന്നൊരാശയം ഉരുത്തിരിഞ്ഞു വന്നു. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിരിക്കെ അത് നടത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രീതിക്ക് തന്നെ മുമ്പോട്ട് ചിന്തിച്ചു. പിന്നെ ഈ പൂളിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് എൻട്രി, അതോടൊപ്പം തന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട്
ഇപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ സേഫ്റ്റി ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പാകത്തിനാണ് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും കാണാം. അതോടൊപ്പം തന്നെ ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്നും ഒരു നല്ല വ്യൂ ആണ് മേളിൽ നിന്ന് താഴത്തേക്ക് പൂള് കാണുമ്പോൾ. അതോടൊപ്പം തന്നെ ഈ ഹോളിനോടനുബന്ധിച്ച് പൂള് പണിതിരിക്കുന്നതുകൊണ്ട് ഇതൊരു വിശാലമായ ഒറ്റ ഏരിയ ആയിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഡോസ് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫിംഗ് നോക്കുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് മേളിലേക്ക് ഗ്ലാസ് ഇട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ എന്ന് പറയുമ്പോൾ മഴ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് രസമാണ്. മഴ പെയ്യുമ്പോൾ മേളിൽ മഴ പെയ്യുന്നു, താഴെ നമുക്ക് വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ ഒരു രസമുണ്ട്. അതോടൊപ്പം തന്നെ രാത്രിയാണെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങളും കണ്ട് വെള്ളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവമാണ്. അതുപോലെ തന്നെ എനിക്കാണെങ്കിലും അത് വ്യൂവേഴ്സിനായാലും ഒരു ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇതുപോലൊരു പൂള് വീടിനകത്ത് വരിക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സേഫാണ്? എന്നെ സംബന്ധിച്ചോളം എൻ്റെ കുട്ടികൾ ഇപ്പോൾ പൂൾ ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ലാത്ത ഏജ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സേഫ്റ്റി കണ്ടത്. കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ചും കൂടെ കെയർ എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ എക്സിറ്റുകളും വളരെ കൃത്യമായിട്ട് ലോക്ക് ചെയ്തിടാവുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ നമ്മളില്ലാത്തപ്പോഴായാൽ പോലും ഡോസും ഇതും ലോക്ക് ചെയ്ത് കഴിഞ്ഞതിനകത്തേക്ക് പിന്നെ ഒരു എൻട്രി ഇല്ല. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് സേഫ്റ്റി മാനേജ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ രാത്രിയായാലും ഇനിയൊരു നമ്മളറിയാതെ ഒരാൾ തുറന്നിറങ്ങിയാൽ സെക്യൂരിറ്റി സിസ്റ്റം ആം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആരിറങ്ങിയാലും അലാം അടിക്കും എന്നുള്ളതും അങ്ങനെ ഒരു സിസ്റ്റം കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പൂർണ്ണമായിട്ടും ഫൈബർ ഗ്ലാസ്സിലാണ് ചെയ്തത്. ഒറ്റ മോൾഡിൽ ചെയ്തിരിക്കുന്ന ഒരു പൂളാണ്. ഇത് വീട് പണിയാൻ ആരംഭിച്ച് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഈ വലിയ മോൾഡ് ലോറി കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു ജോയിൻസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ ഒരു ലീക്ക് വരുന്ന ഒരു പ്രശ്നം വരുന്നേയില്ല. അതിനാൽ വെള്ളത്തിൻ്റെ ആ ഒരു പേടി നമുക്ക് സ്ട്രക്ചറിനെ ബാധിക്കുമോ എന്നുള്ള രീതിയിൽ വരുന്നതില്ല. എങ്ങനെയാണ് അതിൻ്റെ മെയിൻ്റനൻസ്? എങ്ങനെയാണ്? പൂളിൽ വെള്ളം അടിക്കടി മാറേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചാൽ ഡെയിലി നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് 1.5 മണിക്കൂർ പ്രവർത്തിപ്പിക്കണം. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ സക്ഷൻ ചെയ്ത് വൃത്തിയാക്കുന്ന ജോലിയും കൂടെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വെള്ളം മാറ്റേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നെ ഒരു സേഫ്റ്റി സൈഡിലും മനസ്സിനും വേണ്ടി ഒരു 6 മാസം കൂടുമ്പോൾ മാറ്റാറുണ്ട്. ഈ വീടിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ വേണ്ടി ഈ വീടിൻ്റെ ആർക്കിടെക്ട് മിസ്റ്റർ അനൂപ് നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം അനൂപ്. സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ പല ആവശ്യങ്ങളും പല ആശയങ്ങളായിട്ടായിരിക്കും ഒരു വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നവർ വരിക. അപ്പോൾ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് ഇവിടുത്തെ ക്ലയൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അനൂപിൻ്റെ ബ്രദർ തന്നെയാണ് ക്ലയൻറ്റ്, എങ്കിൽ പോലും എന്തൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് അവർ ഷെയർ ചെയ്തിരുന്നത്? സാധാരണ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ പല ഐഡിയാസും ആഗ്രഹങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ആർക്കിടെക്ട്സിൻ്റെ ഇടയിൽ ഒരു ജോക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഡോക്ടർ എനിക്ക് ഇവിടെ വേദനയുണ്ട്, അപ്പോൾ വേദന എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം, എനിക്ക് ഈ മരുന്ന് തന്നെ വേണം എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഡോക്ടറിന് ഒരു വേണമെങ്കിൽ അതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു മരുന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടറിന് ഒട്ടും ക്ലിയർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്താണ് പ്രോബ്ലം. അപ്പോൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റും എല്ലാം ഉള്ളപ്പോൾ വളരെ എളുപ്പമാണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ഒന്ന് പറയാനായിട്ട്. അതായത് എനിക്ക് ഇതാണ് കാര്യങ്ങൾ വേണ്ടത്, എനിക്ക് ഈ മുറികൾ വേണം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ആർക്കിടെക്റ്റിൻ്റെ ഒരു കഴിവോ ആർക്കിടെക്റ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അവിടെ ശരിക്കും ആവശ്യം ഇത് കൂട്ടി വെച്ച് വെക്കാനായിട്ട് സോഫ്റ്റ്വെയർ അറിയാവുന്ന അല്ലെങ്കിൽ വരച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ മതി. പക്ഷേ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു കഴിവ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റ് വന്ന് പറയുകയാണ് എന്താണ് ആശയം. ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു ബ്രദറാണ് ബ്രദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു ആശയം എന്ന് പറഞ്ഞത് 3 പിള്ളേരുണ്ട്. 3 പിള്ളേർക്ക് സാധാരണഗതിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പക്ഷേ 1-2 ബെഡ്റൂം വരാം. പക്ഷെ അത് വേണ്ട, നമുക്ക് 3 പിള്ളേർ ഒരുമിച്ചിരിക്കുന്ന രീതിയിൽ സ്കൂളിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം. അതായിരുന്നു ഒരു ആശയം പറഞ്ഞത്. രണ്ടാമത്തെ ആശയം പറഞ്ഞത് വീടിനകത്ത് ഇച്ചിരി വായുസഞ്ചാരം വേണം, ഇച്ചിരി ലൈറ്റ് വേണം, അതായത് ഇരുണ്ടിരിക്കാൻ പറ്റില്ല. ഈ 2 ആശയങ്ങളാണ്
ഒരു ഹൈ ലെവലായിട്ട് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഒരു വീടെന്ന് പറഞ്ഞാൽ പല മുറികൾ കൂടിയുള്ള ഒരു പ്ലാനാണ് അത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബെഡ്റൂം ഉണ്ട്, ലിവിങ് റൂം ഉണ്ട്, അതുപോലെ കിച്ചൺ ഉണ്ട്, പിന്നെ ബാത്റൂംസ് ഉണ്ട്, അതുപോലെ സർവീസ് ഏരിയ ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതിയായിട്ട് ഈ മുറികൾ എങ്ങനെ ബന്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സാണ്. നമ്മുടെ ഹാബിറ്റ്സ് ഈ പ്ലാനിങ് ആയിട്ട് എങ്ങനെയാണ് അത് ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്ലോട്ടിനെ കുറിച്ച് പഠിക്കുന്ന പോലെ തന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യാൻ നേരത്ത് പ്ലോട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പ്ലോട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മളെല്ലാ വീട്ടിലും പോയിട്ടുണ്ടെങ്കിലും ഒരു പൊതുവെയുള്ള സംസാരം എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. നമ്മൾ പുതിയ വീടാണെങ്കിലും ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചൂട് നമുക്കിപ്പോൾ ഉണ്ടാകുന്നത്? അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തണം. ഈ വീട്ടിലാണെങ്കിൽ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വിൻഡോസ് എല്ലാം സാധാരണ വിൻഡോസ് തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ അതിനെല്ലാം ലൂവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോസും കൂടെയുണ്ട്. വിൻഡോസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് വിൻഡോ തുറന്നാൽ അകത്തോട്ട് കാറ്റ് വരണം, വിൻഡോ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ വെളിച്ചം വരണം, തുറന്നിട്ടാലും അകത്തിട്ടാലും വെളിച്ചം വരും. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും നമ്മൾ ജനൽ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. കാര്യം കൊതുകാകാം, പൊടിയാകാം. രണ്ടാമത്തെ കാര്യം അത് അടച്ചിടുകയും ചെയ്യും, നമ്മളൊരു കർട്ടൻ വലിച്ചിടുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ഫോർ us ടു റീതിങ്ക് ഈ വിൻഡോസ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് വിൻഡോസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. ആ സൊല്യൂഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ലൂവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ചെയ്തേക്കുന്നത്. ഇത് പുതിയതായിട്ടുള്ള സൊല്യൂഷൻസ് അല്ല, നേരത്തെ ഉള്ള സൊല്യൂഷൻ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചൂട് നമ്മൾ പകൽ മൊത്തം വെയിലടിച്ച് നിന്നാൽ ഏതൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണെങ്കിലും അത് ചൂട് വളരെ അധികം എടുക്കും. ഈ ചൂടെടുക്കുന്ന ചൂട് നമ്മൾ പുറത്തോട്ട് എങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് എയർ കൺവെക്ഷൻ. എയർ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂട്, അകത്തുള്ള ചൂട് വായു മേളിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ചെയ്തേക്കുന്ന പഴയ രീതിയിലുള്ള വീടിൻ്റെ മച്ച്, ആ മച്ചിലേക്ക് നമുക്ക് കാറ്റ് കയറാനായിട്ട് നമ്മൾ സ്കൈ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടെ എയർ മേളിലോട്ട് കയറി ആ മച്ചിൽ കൂടെ തന്നെ എയർ പുറത്തോട്ട് പോകാനായിട്ടുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പലപ്പോഴും ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. പക്ഷേ ആ ഒരു സ്വപ്നം മാത്രമല്ല, അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ബഡ്ജറ്റിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷനായിട്ട് പറയാൻ കഴിയുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ആർക്കിടെക്റ്റ് മാത്രമല്ല, എനിക്കൊരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. ശരിക്കും ഒരു വീടെന്ന് പറയുന്നത് നമ്മൾ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. നമ്മൾ അവിടെ പല കാര്യങ്ങൾ നമ്മളുടെ ജീവിത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ബഡ്ജറ്റായിട്ട് ഇതെങ്ങനെ മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വി ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് വെച്ച് നമ്മൾ റിവേഴ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ശരിക്കും ബാക്കിയുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി എന്ന് പറഞ്ഞാൽ വി ഹാവ് എ ബഡ്ജറ്റ് ഇൻ മൈൻഡ്, വി ഹാവ് എ ഡ്രീം ടു ബിൽഡ്. പക്ഷേ there's a lot of societal pressures around that. How do we overcome that is only through purely good planning. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നമ്മളൊരു ഹാൻഡ് ഹോൾഡ് റിലേഷൻഷിപ്പാണ് ഒരു ആർക്കിടെക്റ്റും ക്ലയൻറ്റും തമ്മിൽ. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പോസിബിൾ ടു ബിൽഡ് യുവർ ഡ്രീം ഹോം വിത്തിൻ യുവർ ബഡ്ജറ്റ്, provided that you understand the priorities of all your planning, provided that you follow all of these priorities, and then it is possible to do that. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ വീട്ടിലെ കുടുംബാംഗങ്ങളാണ്. മോളുടെ പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോളുടെ പേര്? മോൻ? ഞാൻ അമിത്, ഞാൻ 10th പഠിക്കുന്നു. ഞാൻ എൻ്റെ ആങ്കറിങ് പോർഷനിൽ പറയുമായിരുന്നു, ഈ വീടിൻ്റെ ഫോർമൽ സ്പേസ് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടാണ് നിങ്ങളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത് ശരിക്കും? അല്ല, ഇതിൻ്റെ ആർക്കിടെക്റ്റ്, ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് എൻ്റെ സ്വന്തം അനുജനാണ്, അനൂപാണ്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നിശ്ചയമായിട്ടും എൻ്റെ കുടുംബങ്ങളായിരിക്കുമല്ലോ. അപ്പം അനൂപിന് എന്നെ അറിയാം, റാണിയെ അറിയാം, പിള്ളേരെ അറിയാം. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും യോജിച്ച രീതിയിൽ ഉള്ളൊരു ഡിസൈനാണ് അനൂപ് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. അതിൽ അനൂപിൻ്റെ എനിക്കും വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിവിങ് ഏരിയ ഷുഡ് ബി വെരി ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്പേസ്. കാര്യം ഒരു കുടുംബം എപ്പോഴും ഒന്നിച്ചു കൂടുന്നത് ലിവിങ് ഏരിയയിലാണ്. ഈ ലിവിങ് ഏരിയ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ശ്വാസം മുട്ടുക എന്ന് പറയുന്നൊരവസ്ഥ വരുന്ന അപ്പോഴാണ്. കഴിയുന്നതും പുറത്തേക്ക് പോകാൻ തോന്നലൊക്കെ വരും.
രേവതി ഈ വീടിനെക്കുറിച്ച് ഉള്ള ഇൻട്രോ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് കേട്ടിരുന്നു. ഇപ്പോൾ രേവതി പറഞ്ഞല്ലോ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. വാസ്തവത്തിൽ അത് ഒരു ഭവനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആർക്കിടെക്റ്റ് മനസ്സിൽ കരുതിയിരുന്നത് ഈ വീട്ടിലുള്ളവർക്ക് ഈ വീട്ടിൽ എപ്പോഴും ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടണം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള 3 ബെഡ്റൂംസും മക്കളുടെ ആയാലും മാസ്റ്റർ ബെഡ്റൂം ആയാലും എല്ലാം താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഒരു ഗസ്റ്റ് റൂം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെ, ഇത് എനിക്ക് പറയാനുള്ള എൻ്റെ ഭാര്യയുടെ ഒരു കൺസെപ്റ്റാണ്. ബേസിക്കലി നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം, ആ കൺസെപ്റ്റാണ് എല്ലായിടത്തും പൊതുവെ ഫോളോ ചെയ്യുന്നത്. മക്കൾ മേളിലായിരിക്കും, പാരൻസ് താഴെയായിരിക്കും, ഗസ്റ്റ് ബെഡ്റൂം താഴെയായിരിക്കും. അങ്ങനെ വരാൻ നേരത്ത് ഈ പിള്ളേർ എപ്പോഴും എലിനേറ്റഡ് ആവും. പിള്ളേർ അവരുടെ ഒരു സ്പേസിലേക്ക് പോകും. അപ്പോൾ അത് സംഭവിക്കരുത്. പിള്ളേരെല്ലാവരും ഒരുമിച്ചിരിക്കണം, പാരൻസിനൊപ്പം ഇരിക്കണം. ആ ഒരു കൺസെപ്റ്റിലാണ് പിള്ളേരുടെ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും താഴെ തന്നെ, ഗസ്റ്റ് ബെഡ്റൂം മേളിൽ മാത്രമായിട്ട് കൊടുക്കും. ഗസ്റ്റ് വല്ലപ്പോഴും മാത്രമേ വരുന്നുള്ളൂ. ഇതുപോലെ തന്നെ ചേച്ചി വേറെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരുന്നത്? ഞാൻ അനുവിനോട് ആവശ്യപ്പെട്ടത് എനിക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കിച്ചനാണ്. എനിക്ക് വലിയ കിച്ചൺ അല്ല എന്ന് പലരും പറയുമെങ്കിലും പക്ഷേ എനിക്ക് എൻ്റെ ആവശ്യങ്ങളെല്ലാം അത് നടക്കുന്നുണ്ട്. വലിയ കിച്ചണിലും നല്ലത് എനിക്ക് തോന്നുന്നത് ചെറിയ കിച്ചണിൽ നമുക്കെല്ലാം എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റണം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എന്ന് പറയുന്നത് ആ ഫാമിലി ലിവിങ് സ്പേസ് കടന്നു വരുമ്പോൾ ഉള്ള ആ ഒരു കമ്പ്യൂട്ടർ ഏരിയ തന്നെയാണ്. പൊതുവേ ഒരു കോമൺ സ്പേസിൽ കമ്പ്യൂട്ടർ ഏരിയ അങ്ങനെ കണ്ടുവരാറില്ല. പല വീടുകളിലും കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ഒരു കാരണം കമ്പ്യൂട്ടറാണ്. അവരവരുടെ മുറി കൊണ്ടുവച്ച്, അപ്പോൾ അവരുടെ ലോകത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ലോകത്തിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ കൺമുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനുള്ളൊരു മാർഗമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പപ്പ എങ്ങനെയാ TV കാണാനൊക്കെ സമ്മതിക്കുമോ? ഇപ്പോൾ ഹോം തിയേറ്ററിലൊക്കെ കയറാനൊക്കെ വൺസ് ഇൻ എ വീക്ക് ഒക്കെ പറ്റും. എക്സാം സമയത്ത് പറ്റില്ല, അല്ലാത്ത സമയമാണെങ്കിൽ വീക്കെൻഡ്സിൽ പറ്റും. ആരാണ് ആ സിനിമ ഏത് കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളിൽ? അത് എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ചുണ്ടാവും. കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള മൂവി ആയിരിക്കും. അപ്പോൾ വഴക്ക് കൂടാനൊന്നും നിൽക്കില്ല, എനിക്കിത് കാണണം അത് കാണണം എന്നൊന്നും പറഞ്ഞു? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വളരെ നല്ല കുട്ടികളാണ്. അപ്പോൾ ഈ മൂവീസിലേക്ക് അഡിക്ഷൻ വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കൺട്രോൾ വെച്ചിരിക്കുന്നത്. ആഴ്ചയിലൊരു മൂവി, പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ISL പോലെയുള്ള ഇപ്പോൾ സ്റ്റേഡിയത്തിൽ പോകാതിരുന്ന് കാണുന്ന ഒരു രസമുണ്ട്. ഈ വീട് പണിയുന്ന സമയത്ത് പപ്പ അറിയാതെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊച്ചപ്പോട് പറഞ്ഞിരുന്നോ? ഞാൻ കൊച്ചപ്പടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഞങ്ങളുടെ ഗേൾസ് ബെഡ്റൂം ഒരു ഗേളി തീം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലൊരു മനോഹരമായൊരു വീടൊക്കെ പണിത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി വീട് പണിയാൻ പോകുന്ന വ്യൂവേഴ്സിന് വേണ്ടി ചേച്ചിക്കും ചേട്ടനൊക്കെ എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തരാമോ? ടിപ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ്, നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീടിൻ്റെ പുറമേ എന്നുള്ള ഭംഗി എന്താണെന്നുള്ളതല്ല, ആ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി തന്നെയായിരിക്കണം നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരേണ്ടത്. കാര്യം ദിവസങ്ങൾ അല്ല വർഷങ്ങൾ എടുക്കും നമ്മൾ ആ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എന്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നു അനാവശ്യമായി എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വീട് പണിയുമ്പോൾ തീർച്ചയായും വീട്ടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾക്കായിരിക്കണം മുൻഗണന നൽകുന്നത്. മൈ ഹോമിൻ്റെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മൈ ഹോം ഇനി അടുത്ത ആഴ്ച.